ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 11 വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 7 ഇടത്താണ് പരിശോധന നടക്കുന്നത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ അല്പസമയത്തിനകം കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഓഫീസിൽ എത്തിക്കും. അഭിജിത്ത് മുഴക്കുന്ന കൃത്യമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ സംശയാസ്പദമായി തോന്നിയതാണോ അതോ കൃത്യം ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്നതാണ് എന്ന് ഉറപ്പിച്ച ശേഷമാണോ പിടിച്ചെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? മതിയായ രേഖകളില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ 11 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നാണ് ഈ 11 വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ 7 ഇടങ്ങളിലായിരുന്നു ഈ 2 ജില്ലകളിലെ പരിശോധന. നമ്മളിപ്പോൾ നിൽക്കുന്ന തൊണ്ടയാട് റോഡ്വേ എന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ ഏതാണ്ട് 11:30 മണി സമയത്ത് കസ്റ്റംസ് പരിശോധന ആരംഭിച്ചതാണ്. ഇവിടെ നിന്ന് സംശയാസ്പദമായ രീതിയിൽ ഒരു വാഹനമാണ് കസ്റ്റംസിന് കണ്ടെത്താനായി കഴിഞ്ഞത്. നിലവിൽ ആ വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന ആ ഒരു സാഹചര്യത്തിലല്ല, അതായത് അത് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല. അതിനാൽ തന്നെ കസ്റ്റംസ് അത് കസ്റ്റഡിയിലെടുക്കുകയും നിലവിൽ അത് ഈ സ്ഥാപനത്തിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മറ്റ് വാഹനങ്ങൾ, അതായത് മറ്റിടങ്ങളിൽ നിന്ന് പിടികൂടിയ ഏതാണ്ട് 10ഓളം വാഹനങ്ങൾ അല്പസമയത്തിനകം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഏതായാലും വലിയൊരു പരിശോധന ഈ 2 ജില്ലകളിലായി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ജില്ലകളിലായി നടന്നിട്ടുണ്ട് സുജയ. അത് ഈ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന. 6 ഇടങ്ങളിലേക്കുള്ള ഈ സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്യാംനാഥ് അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. ഈ 6 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നതിനിടയിലാണ് മറ്റൊരിടത്തുകൂടി സമാനമായ രീതിയിൽ സംശയം തോന്നുകയും അവിടെ നിന്ന് ഒരു കാർ കണ്ടെത്താനും കസ്റ്റംസിന് കഴിഞ്ഞിട്ടുള്ളത്. 4 ഷോറൂമുകളിലും 4 ഷോറൂമുകളിലും 3 ചേർന്നത്. പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണറുടെ വാർത്താ സമ്മേളനം വൈകിട്ട് 6:30. എസ് എസ് ശരൺ നമുക്കൊപ്പം. എസ് എസ് ശരൺ, കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനകളെന്ന് കസ്റ്റംസ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിടിച്ചെടുത്ത വാഹനങ്ങൾ, അവ കൊണ്ടുവന്ന വഴി, ഇതെല്ലാം വിശദമാക്കുന്നതിനാണോ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്? സുജയ, തീർച്ചയായിട്ടും ആ വിശദ വിവരങ്ങൾ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിടുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണറായ ടിജു അദ്ദേഹമാണ് വാർത്താസമ്മേളനം നടത്തുക. 6:30 വാർത്താസമ്മേളനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള കേരളത്തിലെ ആകെയുള്ളൊരു സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ 2 വാഹനങ്ങളും ഒപ്പം തന്നെ കോഴിക്കോട് നടക്കം ഇത്തരത്തിൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ച് ഉള്ള കണക്കാണ് 6:30 പുറത്തുവിടുക. എന്തായാലും വലിയ രീതിയിലുള്ള പരിശോധനയാണ് നടന്നെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃത്യമായി തന്നെ അവരുടെ പക്കൽ ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടുള്ള പരിശോധനകളിലേക്കാണ് കടന്നിരുന്നത്. കേരളത്തിൽ മാത്രം 30ഓളം ഇടങ്ങളിൽ പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിശോധന നടന്നത് കൊച്ചിയിലാണ്. ആ കൊച്ചിയിൽ 15 ഇടങ്ങളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ആരൊക്കെയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിയത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം നേരത്തെ തന്നെ കസ്റ്റംസും DRIയും കളക്ട് ചെയ്തിരുന്നതാണ്. പ്രധാനമായും വലിയ ഒരു സംഘം, വലിയൊരു റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ട്. ആ റാക്കറ്റിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. അതിൽ നിന്നൊക്കെ തന്നെ ലഭിച്ച വിവരങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര വാഹനങ്ങൾ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് ഈ അതായത് ഇത്തരത്തിൽ കസ്റ്റംസ് തിരുവ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അടയ്ക്കാതെ എത്തിച്ചത് എന്നുള്ള ഒരു കൃത്യമായ കണക്കും അവരുടെ പക്കലുണ്ടായിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ മാത്രം 150-ലധികം വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. ഭൂട്ടാൻ പട്ടാളത്തിന്റെ പേരിൽ, അതായത് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ മാത്രമല്ല, മറ്റൊരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് കേരളത്തിൽ 150-ലധികം വാഹനങ്ങൾ എത്തിയിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള റെയ്ഡുകളാണ് നടന്നിരിക്കുന്നത്. ആ റെയ്ഡിന്റെ വിശദമായ വിവരങ്ങളാണ് ഇനി പുറത്തുവരാനുള്ളത്. അത് വൈകിട്ട് 6:30 വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടും. അതിനായി നമുക്ക് കാത്തിരിക്കാം. എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭൂട്ടാൻ വാഹനക്കടത്തിൽ മലപ്പുറത്തും പരിശോധന, വെട്ടിച്ചിറയിലാണ് കസ്റ്റംസ് പരിശോധന നടത്തുന്നത്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം. മുബഷിർ, സംസ്ഥാന വ്യാപകമായുള്ള ഒരു പരിശോധനയിലേക്ക് എത്തിയിരിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. വെട്ടിച്ചിറയിൽ ഏത് രീതിയിലുള്ള പരിശോധനയാണ്? വീടുകളിലാണോ സ്ഥാപനങ്ങളിലാണോ? കസ്റ്റംസിന്റെ പരിശോധനയിൽ വടക്കൻ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം കോട്ടക്കലിനിപ്പുറത്ത് പുത്തനത്താണി കഴിഞ്ഞ് വെട്ടിച്ചിറ മേഖലയിലെ ഒരു സ്ഥാപനത്തിന് മുൻപിലാണ്. ഇവിടെ അല്പസമയം മുമ്പാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയത്. കോഴിക്കോട് നിന്നുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ വാഹനമുണ്ട്. അവർ ഈ ഒരു വെട്ടിച്ചിറയിലെ ഫ്ലൈ വീൽസ് ഇന്ത്യ എന്ന് പറയുന്ന പ്രീമിയം കാർസ് വിൽപ്പന നടത്തുന്ന ആഡംബര വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലേക്ക് എത്തിയാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നടത്തിപ്പുകാരുമായി ഉടമകളുമായി സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനത്തിൽ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ, വിൽപ്പന നടത്തിയോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്.
ഇതിന്റെ ഉടമസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുജയ ഒരു തരത്തിലുള്ള നിയമലംഘനവും നടത്തിയിട്ടില്ല. ഗവൺമെന്റിനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സമർപ്പിച്ചുകൊണ്ട് എല്ലാ ലൈസൻസ് ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ളൊരു വിൽപ്പന തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഫ്ലൈ വീൽസുമായി ബന്ധപ്പെട്ട നടത്തിപ്പുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള കുറ്റിപ്പുറത്തും അതോടൊപ്പം തന്നെ അരീക്കോട് മൂർക്കനാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കസ്റ്റംസിന്റെ പരിശോധന നടക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഈ വെട്ടിച്ചിറയിലെ ഫ്ലൈ വീൽ സ്ഥാപനത്തിലേക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിയത്. അതിനുള്ളിൽ ഇപ്പോൾ ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കുകയാണ്. നിരവധി വാഹനങ്ങളൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരം മാസങ്ങളായി ഈ വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരീക്ഷണം അവർ നടത്തിവരികയായിരുന്നു. വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ വ്യാപകമായിട്ട് പല സ്ഥാപനങ്ങളിലേക്കും ഇത്തരത്തിൽ അനധികൃതമായി വാഹനങ്ങൾ എത്തിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അതൊക്കെ തന്നെ ക്രോഡീകരിച്ച് ഏറ്റവും ഒടുവിലാണ് ഇത്തരമൊരു പരിശോധനയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതത് മേഖലകൾ, അതായത് മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ, കുറ്റിപ്പുറം, മൂർക്കനാട് പോലെ ഈ വിധത്തിൽ പ്രീമിയം വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായിട്ടും സർക്കാരിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ആ തുകകളൊന്നും തന്നെ കൃത്യമായി സർക്കാരിൽ അടയ്ക്കാതെയുള്ള ഒരു വിൽപ്പന തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. വെട്ടിച്ചിറയിലെ കസ്റ്റംസ് പരിശോധനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ. മലപ്പുറത്ത് പരിശോധനകൾ നടക്കുന്നു, വടക്കൻ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ, മധ്യ കേരളത്തിൽ ഒക്കെ പരിശോധനകൾ നടക്കുന്നു. വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു. ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നു. എല്ലാ വിവരങ്ങളും 6:30